നമ്മൾ എടുക്കുന്ന ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മെല്ലിൻ്റെ ഭാഗമല്ല. നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് സ്മെല്ലാണല്ലോ. പക്ഷേ ഇപ്പോൾ എടുക്കുന്നത് ടേസ്റ്റിൽ നമ്മൾ വിട്ടുപോയതല്ല, ചെറിയ രീതിയിൽ നമ്മൾ സിലബസിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞത് കൊണ്ട് നമുക്ക് ആ ഭാഗം ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് ഒന്നും കൂടെ സ്ട്രോങ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും കൂടെ ഈ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാണ് എന്നുള്ളതാണ്. നമ്മുടെ സിലബസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും ടേസ്റ്റ് പ്രിഫറൻസസ് ആൻഡ് കൺട്രോൾ ഓഫ് ഡയറ്റ് എന്ന് പറഞ്ഞൊരു പോയിൻ്റാണ്. അപ്പോൾ നമ്മളത് പഠിച്ചിട്ടുണ്ട്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ടേസ്റ്റിൽ നമ്മളിതൊരു പോയിൻ്റായിട്ട് നേരത്തെ പഠിച്ചിട്ടുണ്ടെങ്കിലും അത് അത്രത്തോളം ഇതായിട്ടല്ല നമ്മൾ പഠിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒരു പോയിൻ്റായിട്ട് മാത്രമാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് കുറച്ചും കൂടെ ഡീപ്പായിട്ട് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ട് എക്സ്പെരിമെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് ഇവിടെ വരുന്നത്. ഓക്കെ, പ്രിഫറൻസസ് ആൻഡ് ക്രേവിങ്സ് ഫോർ സ്വീറ്റ് ആൻഡ് ഹൈ ഫാറ്റ് ഫുഡ്സ് കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്തിരിക്കുന്നത് ഒബീസ് ആൻഡ് ബുളിമിക് പേഷ്യൻസിലാണ്. എന്തിനൊക്കെയുള്ള ക്രേവിങ്സ് ഫോർ സ്വീറ്റ് ആൻഡ് ഫാറ്റ്, നല്ല ഫാറ്റ് ഫുഡ് അതേപോലെ സ്വീറ്റുള്ള ഫുഡിനോടൊക്കെ ഉള്ള പ്രിഫറൻസ് കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് ഒബീസായിട്ടുള്ള ആളുകൾ. ഒബീസ് അല്ലെങ്കിൽ ബുളിമിക് പേഷ്യൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഈറ്റിംഗ് ഡിസോർഡറാണ്. നമ്മൾ ഒന്നുകിൽ നല്ലോണം കഴിക്കും അല്ലെങ്കിൽ തീരെ കഴിക്കാതിരിക്കും. അല്ലെങ്കിൽ കഴിക്കാതിരിക്കുക എന്നുള്ളതല്ല, കഴിക്കുന്നത് ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നല്ലോണം കഴിക്കുന്ന ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ബുളിമിയ ഉണ്ട്. അപ്പോൾ ബുളിമിയ മീൻസ് ഈറ്റിംഗ് ഡിസോർഡറാണ്. അപ്പോൾ അവർ നന്നായിട്ട് ഫുഡ് കഴിക്കും ഇവിടെ. അപ്പോൾ ഈ രണ്ട് കേസിലുമാണ് എന്ത് വരുന്നത്, ഈ ഒരു പ്രിഫറൻസ് ഫോർ സ്വീറ്റ് ആൻഡ് ഫാറ്റ് ഫുഡിനോട്. ഓക്കെ, അതിൽ നടത്തിയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ എക്സ്പെരിമെൻറ്റ്, അതിൽ ഒപ്പിയോയിഡ് ആൻറ്റഗോണിസ്റ്റ് ആയിട്ടുള്ള നാലക്സോണ്, ഒപ്പിയോയിഡ് അഗോണിസ്റ്റ് ആയിട്ടുള്ള ബൂട്രോഫെനോൾ ആൻഡ് സലൈൻ പ്ലേസബോ. ഓക്കെ, ആൻറ്റഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റിനെ ഇൻഹിബിറ്റ് ചെയ്യും. പിന്നെ അതിനൊന്നും അവിടെ ആ ഒരു ആക്ഷൻ നടക്കില്ല. നമ്മുടെ അഗോണിസ്റ്റ് ആണെന്നുണ്ടെങ്കിലോ അഗോണിസ്റ്റ് അതിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, ആ ഒരു ആക്ഷനെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പം ഈ ഒപ്പിയോയിഡ് ആൻറ്റഗോണിസ്റ്റ് ആവുമ്പോൾ നമ്മുടെ ആൻറ്റഗോണിസ്റ്റ് നാലക്സോണാണ്. ഒപ്പിയോയിഡ് റിസപ്റ്ററിൽ വരുന്ന ആൻറ്റഗോണിസ്റ്റാണ്. അപ്പോൾ ഒപ്പിയോയിഡിനേറ്റും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒപ്പിയോയിഡിൻ്റെ ആക്ഷൻ അവിടെ നടക്കില്ല. പിന്നെ അഗോണിസ്റ്റ് ബൂട്രോഫെനോള്, പിന്നെ ഇതിൻ്റെ കൂടെ സലൈൻ പ്ലേസബോവും കൂടെ രണ്ട് അഗോണിസ്റ്റാണ്, ബൂട്രോഫെനോൾ ആൻഡ് സലൈൻ പ്ലേസബോ. ഇത് രണ്ടും ഇത് മൂന്നും നമ്മുടെ 14 ഫീമെയിൽ ബിഞ്ച് ഈറ്റേഴ്സിലും 12 നോർമൽ വെയ്റ്റ് കൺട്രോൾസിലും എന്ത് ചെയ്തു, ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻ, അതായത് ബ്ലഡിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്തു ഈ പറഞ്ഞ കെമിക്കൽസ്, നാലക്സോണ് അതേപോലെ ബൂട്രോഫെനോള്, സലൈൻ പ്ലേസബോ. ഓക്കെ, സലൈൻ പ്ലേസബോ ശരിക്കും ഈ പ്ലേസബോ എഫക്റ്റിന് വേണ്ടിയിട്ട്, അതായത് ഡ്രഗ് റിസർച്ചുകളൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ ആ ഒരു എഫക്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, പ്ലേസബോ എഫക്റ്റ് അറിയില്ല, നമ്മളെന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ രോഗം മാറും എന്നൊക്കെയുള്ള രീതിയിലുള്ളൊരു എഫക്റ്റ് കൊടുക്കുന്നതാണ്. ഡ്രഗിൻ്റെ കേസിലും എല്ലാ കാര്യത്തിലും കൊടുക്കുന്നതാണ് ഈ ഒരു പ്ലേസബോ. അപ്പോൾ അതിനു വേണ്ടിയിട്ടായിരുന്നു ഈ സലൈൻ പ്ലേസബോ സാധാരണഗതിയിൽ റിസർച്ചിലൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇതിൽ 14 ഫീമെയിൽ ബിഞ്ച് ഈറ്റേഴ്സും ഉണ്ട്, 12 നോർമൽ വെയ്റ്റ് കൺട്രോൾസും ഉണ്ട് കേട്ടോ. ഇതിൽ 8 ബിഞ്ച് ഈറ്റേഴ്സ് ഒബീസായിരുന്നു, നല്ല വണ്ണുള്ള ആളുകളായിരുന്നു. ഈ ഒരു ഇൻഫ്യൂഷൻ്റെ ടൈമിൽ ഇവർക്ക് എന്ത് ചെയ്തു, 20 ഷുഗർ അല്ലെങ്കിൽ ഫാറ്റ് മിക്സ്ചേഴ്സ് എന്ത് ചെയ്ത് ഇവരെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ചു. ആൻഡ് വെർ അലൗഡ് ടു സെലക്ട് ആൻഡ് കൺസ്യൂം സ്നാക്ക് ഫുഡ്സ് ഫോർ വാരിയിങ് ഷുഗർ ആൻഡ് ഫാറ്റ് കണ്ടൻറ്റ്. ഇവർക്ക് അതിനനുസരിച്ച് എന്തെടുത്തു, സ്നാക്ക് ഷുഗറും ഫാറ്റ് കണ്ടൻറ്റൊക്കെയുള്ള ഫാറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നാലക്സോണ് ടേസ്റ്റ് പ്രിഫറൻസ് എന്ത് ചെയ്തു, ബിഞ്ച് ഈറ്റേഴ്സിൻ്റെയും അതേപോലെ കൺട്രോൾസിൻ്റെയും ആ ഒരു ടേസ്റ്റ് പ്രിഫറൻസിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം നാലക്സോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ആൻറ്റഗോണിസ്റ്റാണ്. അപ്പോൾ അവിടെ ആക്ടിവിറ്റീസിന് ഇല്ലാതാക്കുക അല്ലെങ്കിൽ കുറക്കുക എന്നുള്ളതാണ് അവിടെ നടക്കുക. അപ്പോൾ നാലക്സോൺ ഈ ഒരു ടേസ്റ്റ് പ്രിഫറൻസിന് ബിഞ്ച് ഈറ്റേഴ്സിലും അതേപോലെ തന്നെ കൺട്രോൾസിലും അത് കുറച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ടോട്ടൽ കലോറിക് ഇൻടേക്ക് ഫ്രം സ്നാക്സ് വാസ് സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസ്ഡ് ബൈ നാലക്സോൺ ഇൻ ബിഞ്ച് ഈറ്റേഴ്സ് ബട്ട് നോട്ട് ഇൻ കൺട്രോൾസ്. പക്ഷേ ടോട്ടൽ കലോറിക് ഇൻടേക്ക് സ്നാക്കിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ കലോറിക് ഇൻടേക്ക് നാലക്സോൺ ബിഞ്ച് ഈറ്റേഴ്സിൽ കുറച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കൺട്രോൾസിൽ എന്ത് ചെയ്തിരുന്നില്ല, കുറച്ചിരുന്നില്ല. ഈ ഒരു റിഡക്ഷൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റിഡക്ഷൻ എന്തിനായിരുന്നു വെച്ചാൽ സ്വീറ്റ് ഹൈ ഫാറ്റ് ഫുഡ് സച്ച് ആസ് കുക്കീസ് ഓർ ചോക്ലേറ്റ്സ് ബിസ്ക്കറ്റ്സ് പോലെയുള്ള സ്വീറ്റും ഫാറ്റും കൂടെയുള്ള രണ്ടും കൂടെയുള്ള ഫുഡുകളുണ്ടല്ലോ, അതിലായിരുന്നു ഈ ഒരു റിസൾട്ട്, ഈ ഒരു റിഡക്ഷൻ കണ്ടത്. ഇതിൽ പക്ഷേ നമ്മുടെ ബൂട്രോഫെനോളിന് ഇങ്ങനെ ടേസ്റ്റ് പ്രിഫറൻസ് ഇൻടേക്കിൻ്റെ ഫുഡിലൊന്നും എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരു കൺസിസ്റ്റൻ്റ് എഫക്റ്റ് കണ്ടിരുന്നില്ല. ഇങ്ങനെ ബൂട്രോഫെനോൾ ഇഞ്ചെക്റ്റ് ചെയ്ത സമയത്ത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രിഫറൻസിലൊന്നും ഒരു മാറ്റവും കാര്യങ്ങളും കണ്ടിരുന്നില്ല. എൻഡോജീനസ് ഒപ്പിയോയിഡ് പെപ്റ്റൈഡ്സ്, ഇതിന് കാരണം എന്തായിരിക്കാം? എൻഡോജീനസ് ഒപ്പിയോയിഡ് പെപ്റ്റൈഡ്സ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവാം? മീഡിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം. മീഡിയേറ്റിംഗ് ടേസ്റ്റ് റെസ്പോൺസസ് ആൻഡ് പ്രിഫറൻസസ് ഫോർ പാലറ്റബിൾ ഫുഡ്സ് നോട്ടീസബിളി ദോസ് റിച്ച് ഇൻ ഷുഗർ ആൻഡ് ഫാറ്റ്. അതായത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവാം എന്നാണ് പറഞ്ഞത്. നമ്മുടെ ബൂട്രോഫെനോൾ ഇഞ്ചെക്റ്റ് ചെയ്ത സമയത്ത് ഒപ്പിയോയിഡ് പെപ്റ്റൈഡ്സ് അവിടെ ഇൻവോൾവ് ആയിട്ടുണ്ടാവും. നമ്മൾ ഒപ്പിയോയിഡ്സിനെ കൺട്രോൾ ചെയ്തിട്ടാണ് ഇവിടെ ഈ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. ആൻറ്റഗോണിസ്റ്റിൽ ബൂട്രോഫെനോൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു കൺട്രോൾ വരുന്നില്ല, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ആക്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ബൂട്രോഫെനോളിന് ഈ പറഞ്ഞൊരു പ്രിഫറൻസ് കാണാൻ പറ്റിയില്ല. അത് കാരണം ഒപ്പിയോയിഡ് പെപ്റ്റൈഡ്സ് അവിടെ ഇൻവോൾവ് ആയിട്ടുണ്ടാവാം. അതേപോലെ ഈ ഒരു പ്രിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിന് ഈ ഒരു ഷുഗർ ഫാറ്റ് റിച്ച് ഫുഡ്സിലൊന്നും ഈ ഒരു പ്രിഫറൻസ് കാണാൻ പറ്റിയില്ല. അതിന് കാരണം ഇതായിരിക്കാം. അതേപോലെ ഇൻക്രീസ്ഡ് പ്രിഫറൻസ് ഷുഗറിനോടും ഫാറ്റിനോടും ഉള്ള ഒരു ഇൻക്രീസ്ഡ് പ്രിഫറൻസ് ഈ ആളുകളിൽ ഒരു ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ ഒബീസിറ്റി ഡെവലപ്മെൻറ്റിന് എന്തുണ്ട്, റോള് വഹിക്കുന്നുണ്ട്. ഈ ഒരു എഫക്റ്റ് ഡിഫറെൻറ്റ് ഫുഡ് കൾച്ചേഴ്സിൽ എന്താ പറയുക ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ നമ്മൾ ഈ കണ്ടെത്തിയ ഒരു റിസൾട്ടിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ശരിക്കും ഓവർ വെയ്റ്റ് ആൻഡ് ഒബീസിറ്റി ഡെവലപ്മെൻറ്റിൽ ഈ ഒരു ഫാറ്റിനോടുള്ള പ്രിഫറൻസും അതേപോലെ ഷുഗറിനോടുള്ള പ്രിഫറൻസിനും ഇൻക്രീസ്ഡ് റോൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി ഇതേ സ്റ്റഡീസ്, ഇങ്ങനത്തെ സ്റ്റഡീസ് ഈ ഒരു ഇതിൽ ഒരുപാട് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ചിൽഡ്രൻ ഫ്രം യൂറോപ്യൻ കൺട്രീസ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ് ദെയർ അസോസിയേഷൻ വിത്ത് വെയ്റ്റ് സ്റ്റാറ്റസ് ആൻഡ് ഡയറ്ററി ഹാബിറ്റ്സ്. കുട്ടികളിലെ യൂറോപ്യൻ കൺട്രീസിലെ കുട്ടികളിൽ അവരുടെ അസോസിയേഷൻ വിത്ത് വെയ്റ്റിൻ്റെ സ്റ്റാറ്റസും ഡയറ്ററി ഹാബിറ്റ്സും തമ്മിലുള്ള അസോസിയേഷൻ നോക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു കുട്ടികളിലാണ് കേട്ടോ ഇപ്പോൾ പറയുന്ന സ്റ്റഡി. ഒരു 1696 കുട്ടികളെ 6 മുതൽ 9 വയസ്സ് വരെയുള്ള കുട്ടികളെ ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അവരെ ഹൈ സ്വീറ്റൻഡ് ആപ്പിൾ ജ്യൂസ് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. നല്ല മധുരമുള്ള ആപ്പിൾ ജ്യൂസ്. എന്നിട്ട് അതിൽ അവരതിൻ്റെ ചിൽഡ്രൻ്റെ ഫുഡ് ഹാബിറ്റ്സ്, അവരുടെ എങ്ങനെയൊക്കെയാണ് അവരുടെ ഫുഡ് ഹാബിറ്റ്സ് എന്നുള്ളതൊക്കെ അവരുടെ പാരൻസിൽ നിന്ന് കളക്ട് ചെയ്ത് എങ്ങനെ ക്വസ്റ്റ്യനെയറൊക്കെ വെച്ചിട്ട് കളക്ട് ചെയ്തു. എന്നിട്ട് വെയ്റ്റും ഹൈറ്റും മെഷർ ചെയ്തു. ഈ ഒരു റിസൾട്ട്, ഈ സ്റ്റഡീൻ്റെ റിസൾട്ട് കാണിച്ചത് എന്താ വെച്ചാൽ ഫാറ്റും സ്വീറ്റ് ടേസ്റ്റ് പ്രിഫറൻസും വാരീഡ് സബ്സ്റ്റാൻഷ്യലി അക്രോസ് സർവേ സെൻറ്റേഴ്സ്. അതായത് ഓരോ സ്ഥലത്തിനനുസരിച്ചൊക്കെ ഈ ഒരു ഫാറ്റും സ്വീറ്റ് ടേസ്റ്റ് പ്രിഫറൻസും ഒക്കെ മാറുന്നുണ്ട്. ഏജ്, സെക്സ്, പാരൻ്റൽ എഡ്യൂക്കേഷൻ, ഓവർ വെയ്റ്റ് ഇൻക്ലൂഡിങ് ഒബീസിറ്റി വാസ് അതായത് ഏജ്, സെക്സ്, പാരൻ്റൽ എഡ്യൂക്കേഷൻ,
പിന്നെ അതേപോലെ ഓവർ വെയ്റ്റ് ഇൻക്ലൂഡിങ് ഒബീസിറ്റി, ഇതൊക്കെ പോസിറ്റീവ്ലി അസോസിയേറ്റഡ് വിത്ത് ഫാറ്റ് പ്രിഫറൻസസ് ആൻഡ് സ്വീറ്റ് പ്രിഫറൻസ്. ഇതിനനുസരിച്ച് എന്തായിരുന്നു? പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആയിരുന്നു. സ്വീറ്റ് പ്രിഫറൻസും ഫാറ്റ് പ്രിഫറൻസും ഏജിനനുസരിച്ചും സെക്സിനനുസരിച്ചും പാരൻ്റൽ എഡ്യൂക്കേഷൻ അനുസരിച്ചും ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ ഒബീസിറ്റിക്ക് അനുസരിച്ചും എന്തുണ്ട്? ഒരു കോറിലേഷൻ ഉണ്ടായിരുന്നു പോസിറ്റീവായിട്ട്. ഫാറ്റ് പ്രിഫറൻസ് അസോസിയേഷൻ വേർ സ്ട്രോങ്ങർ ഇൻ ഗേൾസ്. അതിൽ നിന്ന് കണ്ടെത്തിയൊരു റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫാറ്റ് പ്രിഫറൻസ് ഗേൾസിലായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ഇതൊക്കെ പറഞ്ഞാൽ ഓരോ രാജ്യം നടന്ന സ്റ്റഡിയാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഡിഫറെൻറ്റ് കൾച്ചറിലും കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഉണ്ടാവും കേട്ടോ. വിത്ത് എ കമ്പൈൻഡ് പ്രിഫറൻസ് ഫോർ ഫാറ്റ് ആൻഡ് സ്വീറ്റ് ഹാഡ് എസ്പെഷ്യലി ഹൈ പ്രോബിലിറ്റി ഓഫ് ബീയിങ് ഓവർ വെയ്റ്റ് ഇൻ ഒബീസ്. ഈ ഒരു ഫാറ്റും സ്വീറ്റും കമ്പൈൻ ചെയ്തിട്ടുള്ള പ്രിഫറൻസ് കൂടുതലും കണ്ടിരുന്നത് ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ ഒബീസ് പീപ്പിളിലായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അവിടെ വേറൊരു സ്റ്റഡി കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. സ്വീറ്റ് ആൻഡ് ഫാറ്റ് ടേസ്റ്റ് പ്രിഫറൻസ് ഇൻ ഒബീസിറ്റി ആൻഡ് ദ ഡിഫറെൻറ്റ് അസോസിയേഷൻ വിത്ത് പേഴ്സണാലിറ്റി ആൻഡ് ഈറ്റിംഗ് ബിഹേവിയർ. പേഴ്സണാലിറ്റി ഈറ്റിംഗ് ബിഹേവിയറും തമ്മിലുള്ള ഡിഫറെൻറ്റ് അസോസിയേഷൻസും അതേപോലെ എന്താ പറയുക, സ്വീറ്റും ഫാറ്റ് ടേസ്റ്റ് പ്രിഫറൻസ് ഇൻ ഒബീസിറ്റിയിലുള്ള സ്വീറ്റും ഫാറ്റ് ടേസ്റ്റ് പ്രിഫറൻസും തമ്മിലൊക്കെ വേറൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റഡിയുടെ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് അസോസിയേഷൻ ബിറ്റ്വീൻ സെൽഫ് റിപ്പോർട്ടഡ് ആറ്റിറ്റ്യൂഡ്സ് ഓഫ് സ്വീറ്റ് ആൻഡ് ഫാറ്റ് ടേസ്റ്റ് പ്രിഫറൻസസ് ആൻഡ് സൈക്കോളജിക്കൽ കൺസ്ട്രക്ട്സ് ഓഫ് ഈറ്റിംഗ് ബിഹേവിയർ ആൻഡ് പേഴ്സണാലിറ്റി ഇൻ ഒബീസിറ്റി. അതായത് അവർ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന സ്വീറ്റിനോടും ഫാറ്റ് പ്രിഫറൻസിനോടുമുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ്, അതേപോലെ സൈക്കോളജിക്കൽ കൺസ്ട്രക്ട്സ് എന്തൊക്കെയാണ് ഈ ഒരു ഈറ്റിംഗ് ബിഹേവിയറിൻ്റെയും ആൻഡ് പേഴ്സണാലിറ്റി ഇൻ ഒബീസിറ്റി ആൻഡ് സൈക്കോളജിക്കൽ കൺസ്ട്രക്റ്റും പേഴ്സണാലിറ്റിയും എന്തൊക്കെയാണ് ഈ ഒരു ഒബീസ് പീപ്പിളിൽ എന്നും ഒക്കെ കൂടെയുള്ള ഒരു അസോസിയേഷനാണ് കണ്ടുപിടിക്കാൻ നോക്കിയിരുന്നത്. ഓക്കെ, ഇതിൽ 60 ഒബീസ് പേഷ്യൻസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 60 ഒബീസ് പേഷ്യൻസ് ഇൻക്ലൂഡഡ് ആൻഡ് ദ സ്വീഡിഷ് യൂണിവേഴ്സിറ്റി സ്കെയിൽസ് ഓഫ് പേഴ്സണാലിറ്റി. ഇതിൽ അവർ ഉപയോഗിച്ച സ്കെയില് സ്വീഡിഷ് യൂണിവേഴ്സിറ്റി സ്കെയിൽസ് ഓഫ് പേഴ്സണാലിറ്റി സ്കെയില് സ്വീഡിഷ് യൂണിവേഴ്സിറ്റി സ്കെയിലായിരുന്നു. ആൻഡ് വാസ് യൂസ്ഡ് ഫോർ മെഷറിങ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. അതായിരുന്നു അവർ പേഴ്സണാലിറ്റി ട്രേറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന സ്കെയില്. അതായത് സ്റ്റഡി നടത്തുമ്പോൾ അതിലൊരു സ്കെയിൽ ഉപയോഗിക്കും. ഒന്നല്ല, പല സ്കെയിലുകൾ ഉപയോഗിക്കും. നമ്മൾ എന്താണ് നടത്തുന്നത് എന്നതിനനുസരിച്ച് അവർ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ അവർ പേഴ്സണാലിറ്റി ട്രേറ്റ് കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനു വേണ്ടി അവർ ഉപയോഗിച്ച സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? സ്വീഡിഷ് യൂണിവേഴ്സിറ്റി സ്കെയിൽസ് ഓഫ് പേഴ്സണാലിറ്റി. ഒരു അപ്പോൾ അതിൽ എ സ്ട്രോങ് സ്വീറ്റ് ടേസ്റ്റ് പ്രിഫറൻസ് വാസ് അസോസിയേറ്റഡ് വിത്ത് മോർ ന്യൂറോട്ടിക് പേഴ്സണാലിറ്റി traits. Strong fat preferences was rather related to lower levels of eating characteristic, cognitive restraint implying less attempts to restrict control food intake. എന്ന് വെച്ചാൽ ഇതിൽ കണ്ടൊരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ ന്യൂറോട്ടിക് പേഴ്സണാലിറ്റി ഉണ്ട്, സൈക്കോട്ടിക് പേഴ്സണാലിറ്റി ഒക്കെ ഉണ്ട്. ന്യൂറോട്ടിക് മീൻസ് റിയാലിറ്റിയുമായിട്ട് കണക്ഷൻ ഉണ്ടാവും, പക്ഷേ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ആങ്സൈറ്റി പോലത്തെ ഇഷ്യൂസൊക്കെ ഇവർക്കുണ്ടാവും, പേഴ്സണാലിറ്റി ഇഷ്യൂസൊക്കെ ഇവർക്കുണ്ടാവും. അങ്ങനെ ഇപ്പോൾ ന്യൂറോട്ടിക് ഒരു സ്ട്രോങ് സ്വീറ്റ് ടേസ്റ്റ് പ്രിഫറൻസ് കൂടുതൽ ന്യൂറോട്ടിക് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾക്കായിരുന്നു കണ്ടത്. ഒരു മിനിറ്റ്. ന്യൂറോട്ടിക് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾക്കായിരുന്നു ഇത് കണ്ടത്. അതേപോലെ സ്ട്രോങ് ഫാറ്റ് ടേസ്റ്റ് പ്രിഫറൻസ് റിലേറ്റഡ് ടു ലോവർ ലെവൽസ് ഓഫ് ദ ഈറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കോഗ്നിറ്റീവ് ഇംപ്ലോയിങ് ലെസ് അറ്റംപ്റ്റ് ആൻഡ് റെസ്ട്രിക്റ്റ്. പിന്നെ ഒരു മിനിറ്റ്. ഇപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞത് സ്ട്രോങ് സ്വീറ്റ് ടേസ്റ്റ് പ്രിഫറൻസ് ആണ് കൂടുതൽ ന്യൂറോട്ടിക് പേഴ്സണാലിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. സ്ട്രോങ് ഫാറ്റ് ടേസ്റ്റ് പ്രിഫറൻസ് റിലേറ്റ് ചെയ്യുന്നത് ഈറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ്, കോഗ്നിറ്റീവ് റീസ്ട്രെയിൻ, കോഗ്നിറ്റീവ് പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ അവർ ഈറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇംപ്ലോയിങ് ലെസ് അറ്റംപ്റ്റ്സ് ടു റെസ്ട്രിക്റ്റ് ആൻഡ് കൺട്രോൾ ഫുഡ് ഇൻടേക്ക്. ഇത് അവരെന്ത് ചെയ്യാണ്? ലെസ് അറ്റംപ്റ്റ്. ഇത് അവർക്ക് ഒരു ലെസ് അറ്റംപ്റ്റ് കൊടുക്കുകയാണ്. കൺട്രോൾ ഫുഡ് ഇൻടേക്ക് ആൻഡ് ടു റെസ്ട്രിക്റ്റ്. അവരെ ഫുഡ് കൂടുതലായിട്ട് എടുക്കുന്നതിൽ നിന്നൊരു റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നൊരു
രീതിയിലുള്ളൊരു കോഗ്നിറ്റീവ് റീസ്ട്രെയിൻ ആയിരുന്നു അവിടെ അവർക്കുണ്ടായിരുന്നത് എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് സ്ട്രോങ് ഫാറ്റിനോടുള്ള പ്രിഫറൻസ് ആകുമ്പോൾ അവർക്ക് എന്തോ ലെസ് അറ്റംപ്സും ഫുഡ് ഇൻടേക്കിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ ഇരിക്കുന്നത് അതിനോട് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയായിരിക്കും. അത് നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവില്ല. കാരണം ഫാറ്റിനോടുള്ള പ്രിഫറൻസ് കൂടുമ്പോൾ അവർക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. പിന്നെ അതേപോലെ അവർ തീരെ അതിനോടൊന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ പോലും നോക്കില്ല. കാരണം അവരുടെ പ്രിഫറൻസ് ഫാറ്റി ഫുഡിനോടൊക്കെ ആയിരിക്കും. അപ്പോൾ ഫുഡ് ഇൻടേക്കിനെ അവർക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും കഴിയില്ല എന്നൊക്കെയായിരുന്നു ഈ ഒരു സ്റ്റഡിയുടെ റിസൾട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതാണ് 3 സ്റ്റഡീസ് പ്രധാനമായിട്ടും. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം ഒരു ഒറ്റ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ടേസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഈ സ്റ്റഡീസും കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ.